കൊല്ലം തേവലക്കരയിൽ സ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റു മരിച്ചത് 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ. അപകടം ചെരുപ്പെടുക്കാൻ കെട്ടിടത്തിൽ കയറിയപ്പോൾ സ്കൂളിന്റെ അനാസ്ഥയെന്ന ആരോപണം. പരാതി നൽകിയിരുന്നുവെന്ന് സ്കൂൾ അധികൃതർ. സംഭവത്തിൽ റിപ്പോർട്ട് തേടി വിദ്യാഭ്യാസ മന്ത്രി. കേരള സർവകലാശാലയിൽ നിഴൽ യുദ്ധം. രജിസ്ട്രാർക്കെതിരെ മിനി കാപ്പനെ മുൻനിർത്തി വൈസ് ചാൻസലറുടെ അടുത്ത നീക്കം. രജിസ്ട്രാർ അനിൽകുമാറിനെ ഒഴിവാക്കി വീണ്ടും യോഗം. അക്കാദമിക് യോഗം വിളിച്ചത് രജിസ്ട്രാർ ഇൻചാർജ് മിനി കാപ്പൻ. യോഗം അടുത്ത മാസം 14-ന്. നിവിൻ പോളിക്കെതിരെ സാമ്പത്തിക തട്ടിപ്പിൽ കേസെടുത്തു പോലീസ്. 1,90,00,000 രൂപ തട്ടിച്ചെന്ന പരാതി. സംവിധായകൻ എബ്രിഡ് ഷൈനെതിരെയും കേസെടുത്തത് തലയോലപ്പറമ്പ് സ്വദേശി നൽകിയ പരാതി. തൃശൂർ പൂരം അലങ്കോലമാക്കലിൽ മന്ത്രി കെ രാജന്റെ മൊഴിയെടുത്ത പ്രത്യേക അന്വേഷണ സംഘം. പൂരം അലങ്കോലമാക്കാൻ ഗൂഢാലോചന നടന്നുവെന്ന് മന്ത്രിയുടെ മൊഴി. ഗൂഢാലോചനയെ സഹായിക്കുന്നതായിരുന്നു പോലീസ് സമീപനം. പലതവണ വിളിച്ചിട്ടും അജിത് കുമാർ ഫോൺ എടുത്തില്ലെന്നും മന്ത്രി. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ സീനിയർ പൈലറ്റിനെ സംശയനിഴലിലാക്കി അമേരിക്കൻ മാധ്യമമായ വാൾ സ്ട്രീറ്റ് ജേണൽ. ഫ്യൂവൽ സ്വിച്ചുകൾ ഓഫ് ചെയ്തത് സീനിയർ പൈലറ്റ് ക്യാപ്റ്റൻ സുമിത് ബർവാൾ ആണെന്ന് സംശയിക്കുന്നതായ റിപ്പോർട്ട്. പ്രതികരിക്കാതെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ. റിപ്പോർട്ട് വിമാന കമ്പനിയെ രക്ഷിക്കാനെന്ന് പൈലറ്റുമാരുടെ സംഘടന. സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. 6 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കോഴിക്കോട് കുറ്റ്യാടി ചുരത്തിന്റെ 10ാം വളവിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. താമരശ്ശേരി, കുറ്റ്യാടി ചുരം റോഡുകളിൽ യാത്രയ്ക്ക് നിയന്ത്രണം. 5 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 16-കാരി ചികിത്സ ലഭിക്കാതെ മരിച്ചതായി പരാതി. മരിച്ചത് മലപ്പുറം സ്വദേശി സുരേഷിന്റെ മകൾ. ന്യൂമോണിയ ബാധിച്ച പെൺകുട്ടിക്ക് വെന്റിലേറ്ററും ബെഡും നൽകാതെ തിരിച്ചയച്ചു. ഗുരുതരാവസ്ഥയിലായിരുന്ന മകളെ തിരിഞ്ഞു നോക്കിയില്ലെന്നും കുടുംബം ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകി.